നിങ്ങൾ എന്താ കല്ലും മരം കൊണ്ട് ഉണ്ടാക്കിയതാണോ? നിങ്ങൾക്ക് വേദന അറിഞ്ഞൂടെ? എനിക്ക് നിങ്ങളോട് ദേഷ്യവും പകയും എല്ലാം ഉണ്ട്. തന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ പുറത്തു കൊണ്ടുവരും. എനിക്ക് ഒരു സ്വഭാവമേ ഉള്ളൂ. നിന്നെ ഞാൻ ഈ ബെഡിൽ കിടത്തില്ല. ഇന്ന് ഞാൻ ഈ തറയിൽ കിടക്കില്ല. ചത്താലും കിടക്കൂല. പിന്നെ താഴെ കിടക്കും. താഴെ കിടക്കുന്ന താഴെ എന്ന് പറഞ്ഞാലേ നിങ്ങളുടെ കട്ടിലിന്റെ താഴെയല്ല, പിന്നെ താഴെ ഹാളില് സോഫയില് കിടക്കും. ശരി, ഗുഡ് നൈറ്റ്. ബാഡ് നൈറ്റ്. ഈ രാത്രി ഉറക്കം വരാതെ യക്ഷയും പ്രേതത്തെയും മാത്രം സ്വപ്നം കണ്ട് പേടിച്ച് നിങ്ങള് എണീറ്റ് കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കും. നോക്കും. ആയിക്കോട്ടെ. ഈശ്വര, ആണല്ലേ? ഏ ഹിറ്റ്ലർ, നിങ്ങൾ എന്താ എന്നെ പേടിപ്പിക്കാൻ വന്നതാ? ഓ, അതോ എന്നെ ഇവിടെ നിറക്കി നിലത്ത് കിടത്താൻ വന്നതോ? എന്നാ പിന്നെ നിങ്ങളെ ഞാൻ കൊല്ലും. നിങ്ങൾ എന്താ മിണ്ടൂലേ? ദേ ഇങ്ങനെ ഇരുട്ടത്ത് വന്ന് നിന്നാലൊന്നും ഞാൻ പേടിക്കില്ല. ഉറങ്ങുമ്പോ കടുവയുടെ ബൊമ്മ എടുത്ത് മൊബൈലിൽ അതിന്റെ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ച ആളല്ലേ? എന്നിട്ടിപ്പോ ഇരുട്ടത്ത് മിണ്ടാതെ മുരിയാടാതെ നിന്ന് പേടിപ്പിക്കുന്നു. ഇങ്ങനെ ഇരുട്ടത്ത് വന്ന് നിന്ന് എന്നെ പേടിപ്പിക്കാന്ന് തനിക്ക് ആരാടോ പറഞ്ഞു തന്നത്? ഹിറ്റ്ലറെ. നീയോ? അതെ, ഞാൻ തന്നെ. എനിക്ക് ഇത്രയ്ക്ക് ധൈര്യോ? മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ. ഇത് ആരുടെ വീടാന്നറിയോ നിനക്ക്? ഒരു തവണ നിന്റെ ജോലി പോയതാ, ഇനി അത് വേണോ? സ്റ്റോപ്പ്. അന്ന് പോടാപ്പ. എന്റെ അനിയത്തിയുടെ ജീവൻ വെച്ച് പന്താടിയ നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ഞാനിപ്പോ ഒന്ന് നിലവിളിച്ചാലുണ്ടല്ലോ, ആ നിമിഷം DK ഇറങ്ങി വരും. ഇവിടെ വെച്ച് നിന്നെ കണ്ട നിന്റെ ജോലി മാത്രല്ല, ചിലപ്പോ ജീവനും പോയെന്നിരിക്കും. ഒന്നും സംഭവിക്കില്ല. ഈ വീട്ടിലെ ആര് കണ്ടാലും എന്നോടൊരു വാക്കുപോലും പറയില്ല. അവരെനിക്ക് ഇലയിട്ട് ആഹാരം വിളമ്പി തരും. അതുപോലെ ഈ വീട്ടിൽ കിടന്നുറങ്ങാനും സമ്മതിക്കും. കൊള്ളാം, സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ ഇന്ന് വയറ് നിറച്ച് വാങ്ങിച്ചു കൂട്ടിയിട്ടേ ഇറങ്ങും. അതെ, നീ ഇനിയും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. നീ കരുതുന്നത് പോലെ യഥാർത്ഥ വില്ലൻ ഞാനല്ല, നിന്റെ ഭർത്താവ് DK. എനിക്കങ്ങനെ തോന്നുന്നില്ല. നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിച്ചത് നീ മറന്നോ? ഇപ്പോ നീ ഇവിടെ കിടന്ന് അറിയിക്കുന്നതും എനിക്കറിയാം. അത് ഞാനങ്ങ് സഹിച്ചു. ഞാനും എന്റെ ഭർത്താവും തമ്മില് ചിലപ്പോ വഴക്കിടും, തല്ലും ബഹളവും വെക്കും. അതിന് നിനക്കെന്ത് വേണം? മര്യാദക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം നിലവിളിച്ച് എല്ലാരും കൂട്ടും. വേണ്ട, നിലവിളിക്കണ്ട. ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല.
വന്നതുപോലെ തിരിച്ചു പോകും. പോവാൻ നോക്ക്. പക്ഷേ അതിനു മുൻപ് നിന്നോട് ഞാനൊരു രഹസ്യം പറയാം. രഹസ്യോ? എന്താ അത്? നീ ഇവിടെ കിടന്ന് അടിച്ചു വാരിയപ്പോഴും തൂത്തു തുടച്ചപ്പോഴും കാണാതെ പോയ ആ രഹസ്യം ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ഈ കാര്യം DK നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അയാളുടെ ബന്ധുവാണെന്ന് നിന്നോട് അയാൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്? അല്ല, അയാൾ എന്തിനത് നിന്നോട് മറച്ചു വെച്ചു? നിനക്ക് വേണ്ടി അയാൾ എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചു. എന്നിട്ടും പറഞ്ഞോ? വൈ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അയാളെ മാത്രം കുറ്റം പറയുന്ന എന്തിനാ? നീയും പറഞ്ഞില്ലല്ലോ. പറയരുതെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി നിന്റെ ഭർത്താവ് DK. എന്നെ സസ്പെൻഡ് ചെയ്ത് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരു ടിക്കറ്റ് എടുത്തു തന്ന് ഞങ്ങളെ ഈ നാട്ടിൽ നിന്നേ ഓടിച്ചു. എന്തിനെന്നറിയോ? നിന്നെ വധുവായി പ്രഖ്യാപിച്ച ഫംഗ്ഷനിൽ ഞാൻ വരാതിരിക്കാൻ. എന്നിട്ടയാൾ നിന്റെ ജീവിതം വെച്ച് കളിച്ചു, ബ്ലാക്ക്മെയിൽ ചെയ്ത് നിന്നെ കല്യാണവും കഴിച്ചു. എനിക്ക് തരുന്ന വാക്ക് തെറ്റിക്കില്ല എന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ കൈപിടിക്കാം. നിനക്ക് ഞാൻ വാക്ക് തരുന്നു, നിന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ ഇനി ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഉഗ്രൻ നടന നിന്റെ ഭർത്താവ് DK. നിനക്ക് എന്ത് വേണം? കാറ്, ബംഗ്ലാവ്, പണം, സൗകര്യങ്ങൾ. നീ ചോദിക്കുന്ന എന്തും ഞാൻ തരും. നീ എന്നെ വിവാഹം കഴിക്കണം. പ്രിയയോടുള്ള എന്റെ സ്നേഹം മനസ്സിലാക്കാതെ നീ അയാളെ വിശ്വസിച്ചു. പിന്നെ നിന്നോടുള്ള ആഗ്രഹം കൊണ്ടോ സ്നേഹം കൊണ്ടൊന്നും അല്ല DK നിന്നെ വിവാഹം കഴിച്ചത്. ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഇവിടെ ഈ സോഫയിൽ ഒറ്റയ്ക്ക് വന്ന് കിടക്കില്ലായിരുന്നല്ലോ. അയാള് നിന്നെ തറയിൽ കിടത്തിയ കാര്യമൊക്കെ നീ പറഞ്ഞ് ഞാൻ കേട്ടു. നിന്റെ അനിയത്തെ തട്ടിക്കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തി നിന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല. അല്ല, നിന്റെ ബുദ്ധിയൊക്കെ എവിടെ പോയി? പണയം വെച്ചോ? പറ, നീ DKയുടെ ആരാ? ഈ വീടുമായിട്ട് നിനക്കുള്ള ബന്ധം എന്താ? DKയുമായി എനിക്കൊരു ബന്ധവും ഇല്ല. പക്ഷേ ചിത്ര DKയുടെ ഇളയ മരുമകൾ, അവള് എന്റെ അനിയത്തിയ. ഞാൻ അവളുടെ ഒരേ ഒരു ഏട്ടനും. ഇനിയുണ്ട് കാര്യങ്ങൾ. കേട്ടത്
മതി. പൊയ്ക്കോ, പോവാൻ. പോകാം. പക്ഷേ നിനക്കൊരു മുന്നറിയിപ്പ് തരാനാ ഞാനിപ്പോ വന്നത്. നീ ഇപ്പോ നരഭോജിയായ ഒരു കടുവയുടെ കൂട്ടില്ല. ഏത് നിമിഷവും അയാൾ നിന്നെ കൊല്ലും. സുപ്രിയെ കൊന്നില്ലേ? അതുപോലെ. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നീ ഇവിടെ ജീവിക്കാൻ. നിന്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. ആ DK നിയമത്തിന് മുന്നിലെത്തിക്കുക. ആ CBI ഓഫീസർ പറഞ്ഞ തെളിവുകൾ എത്രയും പെട്ടെന്ന് എടുത്തു കൊടുക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ സുപ്രിയെ പോലെ അയാൾ നിന്നെ മാനസികമായി പീഡിപ്പിച്ചു കൊല്ലും. ഇതൊന്ന് പറയാനാ ഈ രാത്രിയിൽ ആരും കാണാതെ വന്നത്. ഇനി പോയേക്കാം. ഇനി നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച പകൽ വെളിച്ചത്തിലായിരിക്കും, ബന്ധുക്കളായിട്ട്. വരട്ടെ, കാണാം. രഹസ്യങ്ങളുടെ കാവൽക്കാരനാണ് നിങ്ങളെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നിങ്ങൾ മറച്ചു വെച്ച രഹസ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഉറക്കത്തിൽ വല്ല സ്വപ്നം കണ്ടിട്ട് എന്റെ മുമ്പിൽ വന്നു പൊലമ്പരുത്. രഹസ്യം മനസ്സിലാക്കി പോലും. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നമുക്ക് രാവിലെ സംസാരിക്കാം. വേണ്ട, എനിക്കിപ്പൊ സംസാരിക്കണം. എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തന്നേ പറ്റൂ. എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? അവിനാശ് നിങ്ങളുടെ ആരാ? അവിനാശും അയാളുടെ ഭാര്യയും നിങ്ങളോടും ഈ കുടുംബത്തോടും ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടു. അയാൾ നിങ്ങളുടെ ബന്ധുവാണെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. നിങ്ങൾ ആരാണെന്ന് ഞാൻ അറിയുമെന്ന് കരുതിയിട്ടാണ് അയാളെയും ഭാര്യയും ഹണിമൂണെന്നും പറഞ്ഞു വിട്ടത്. ഒരു കാര്യം രണ്ടു തരത്തിൽ പറയുന്ന സ്വഭാവം എനിക്കില്ല. നിന്റെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്ന ഞാൻ എന്താണോ അതാ എന്റെ യഥാർത്ഥ സ്വഭാവം. ഏതോ ഒരു ഫോട്ടോ കണ്ടെന്ന് കരുതി എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ചോദ്യം ചെയ്യാൻ നിനക്ക് എന്ത് അവകാശം? നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല. ഞാൻ ചെയ്തതൊക്കെ എന്റെ ശരികൾ മാത്രമാണ്. തന്റെ ഒരു ശരി. മര്യാദയ്ക്ക് ഇറങ്ങി പോകാനാ പറഞ്ഞത്. എന്നെ വിധിയാക്കാൻ ഇനി നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും. അല്പം മുമ്പ് അവൻ വന്ന് പറഞ്ഞിട്ട് പോയതോ അത് തന്നെയാ. ഞെട്ടണ്ട, അല്പം മുമ്പ് അവൻ താഴെ വന്നിട്ട് പോയി. എന്നോട് അവൻ എല്ലാം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. ഒന്ന് നീ മനസ്സിലാക്കണം, കൺമുന്നിൽ കാണുന്ന എല്ലാ കാഴ്ചകളും സത്യമാവണമെന്നില്ല. അവിനാശ് നിന്റെ അനിയത്തെ ശല്യപ്പെടുത്തി. അവനിൽ നിന്ന് അവളെ രക്ഷിക്കണമെന്ന് നീ എന്നോട് അപേക്ഷിച്ചു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? അവൻ എന്റെ ബന്ധുവാണെന്ന് പറയണോ? അതോ അവനിൽ നിന്ന് നിന്റെ അനിയത്തെ രക്ഷിക്കണോ? എനിക്ക് നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷനും കേൾക്കണ്ട.
അവനും നിങ്ങളും തമ്മിൽ രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നതിൽ എന്ത് വ്യത്യാസമുള്ളത്? എനിക്കൊന്നും തോന്നില്ല. പ്രിയയുടെ ജീവിതം വെച്ച് അവൻ കളിക്കാൻ നോക്കി. നിങ്ങളോ പ്രിയയെ കിഡ്നാപ്പ് ചെയ്ത് എന്റെ ജീവിതം വെച്ച് കളിച്ചു. സ്റ്റോപ്പ് ഇറ്റ്. ആ ഫ്രോഡിനെയും എന്നെ തമ്മിൽ നീ കമ്പയർ ചെയ്യരുത്. നിന്നെ സഹായിച്ചതിപ്പോ എന്റെ കുറ്റമായി പോയോ? എത്ര വലിയ ആരോപണങ്ങൾ നീ എന്റെ നേരെ ഉന്നയിച്ചാലും ഐ ഡോണ്ട് കെയർ. കാരണം ഞാൻ ചെയ്തത് ശരി തന്നെയാ. അതല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് നീ തെളിയിക്കണം. എന്നിട്ട് നിനക്ക് ഇവിടുന്ന് പോകാം. അതല്ലെങ്കിൽ എന്റെ കണ്ടീഷൻസ് അനുസരിച്ച് എല്ലാ ടോർച്ചറും സഹിച്ച് നീ ഇവിടെ തന്നെ ജീവിക്കണം. നിങ്ങളെ ഞാൻ കൊല്ലും. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ ചതിച്ച് കല്യാണം കഴിച്ചിട്ടും നീ ഈ വീട് ഉപേക്ഷിച്ചു പോയി. നീ ഇവിടേക്ക് തിരിച്ചു വന്നത് പണത്തിന് വേണ്ടി മാത്രമാണെന്ന് എനിക്കറിയാം. ആ നിനക്ക് എന്റെ മേൽ ഒരവകാശവുമില്ല. ഗെറ്റ് ഔട്ട്. എന്റെ ഈശ്വര, ഈ വൃത്തികെട്ട ഹിറ്റ്ലറുടെ പുലിമടയിൽ കുടുങ്ങി പോയല്ലോ ഞാനൊരു പൊട്ടി. എന്നെ കൊണ്ട് നിങ്ങൾ ഈ വീട്ടിലെ ജോലികൾ മുഴുവനും ചെയ്യിപ്പിച്ചു. ചതിയനാ നിങ്ങള്. നിങ്ങളുടെ ചതി തെളിയിക്കാൻ ഇതുവരെ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഞാനത് തെളിയിക്കും. അന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിനെല്ലാം മറുപടി പറയിപ്പിക്കും. നോക്കിക്കോ. ഒന്നുമില്ലേ? ഇതിനകത്തൊന്നും ബാക്കിയില്ലല്ലോ. 3 തീറ്റപ്പണ്ടാരങ്ങളും കൂടി നേരം വെളുക്കുന്നതിന് മുമ്പേ ഉള്ളതെല്ലാം വാരി വലിച്ചു തന്ന സ്ഥലം വിട്ടോ? അതോ ഇനി ആ ഹിറ്റ്ലർ ഞാനൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ജയിച്ചതാണോ? എന്നോടുള്ള ദേഷ്യം തീർക്കാൻ എനിക്ക് ടിഫിൻ തരണ്ടെന്ന് വല്ല ഓർഡർ കിട്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ തന്നെ അടുക്കള കയറി ടിഫിൻ ഉണ്ടാക്കേണ്ടി വരുമോ? ഹലോ ബേട്ടി, ഗുഡ് മോർണിംഗ്. ബാഡ് മോർണിംഗ്. എന്ത് പറ്റി? ഇതിനകത്ത് ടിഫിൻ ഒന്നുമില്ല. അതേ ഇല്ല. അതെന്താ ഇല്ലാത്ത? ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? എന്നാ പിന്നെ വല്ല ബ്രെഡും ഓംലെറ്റും നോ ഉണ്ടാക്കാം. നോ 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 ബ്രെഡ്, നോ ഓംലെറ്റ്, നോ പെർമിഷൻ. ആരാ പെർമിഷൻ തരാത്ത? അമ്മയുടെ ഹിറ്റ്ലർ മോനാ? അല്ല, ഏകാദശി. അതാരെ? പുതിയ ജോലിക്കാരിയാ? നോ നോ നോ, ഇതേ ഈ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി. ഈ ഏകാദശി എന്തിനാ എന്റെ ടിഫിൻ മുടക്കുന്നേ? ഇന്നത്തെ ടിഫിൻ മാത്രമല്ല, നാളത്തെ ഫുഡ് മുഴുവൻ മുടങ്ങും. നാളെ നിനക്കേ വ്രതവാ, ഏകാദശി വ്രതം. അയ്യോ, എനിക്ക് വ്രതമൊന്നും വേണ്ടമ്മ. വിശപ്പ് സഹിച്ചുള്ള ഒരു വ്രതവും എന്നെ കൊണ്ട് പറ്റത്തില്ല. സഹിക്കണം. നീ മരുമകളായി വന്ന ഈ അമരാവതി കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും നിന്റെ ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടിയും നീ ഈ വ്രതം എടുത്തേ പറ്റൂ. ഇന്ന് ദശമി, ഇന്നേ ഒരിക്കലാ. ഒരിക്കലോ എന്ന് പറഞ്ഞ? ഒള്ളി 1 ടൈം. ഒരിക്കൽ മാത്രമേ ഇന്ന് ഭക്ഷണം കഴിക്കാവൂ. അയ്യോ അമ്മ, അങ്ങനെ പറയല്ലേ. എനിക്ക് 3 നേരവും കഴിച്ചേ പറ്റൂ. നോ നോ നോ, ഇന്ന് ഒരു നേരം മാത്രമേ നിനക്ക് ഭക്ഷണം തരൂ. അയ്യോ, അപ്പൊ നാളെ 3 നേരം കഴിക്കല്ലേ? നോ, നാളെയാണ് ഏകാദശി. ഭക്ഷണം കഴിക്കാനേ പാടില്ല. എന്റെ ഈശ്വര, ഞാൻ ചത്തുപോയുള്ളൂ. ഇല്ല മോളെ, ഒന്നും പറ്റില്ല. ഇന്ന് ഒരിക്കൽ ഭക്ഷണം കഴിച്ചാൽ നാളെ ഏകാദശി ദിവസം പുലർച്ചെ 3 മണി മുതൽ മറ്റന്നാൾ ദ്വാദശിയിൽ സൂര്യോദയം വരെ സമ്പൂർണ്ണ ഉപവാസം. അമ്മ എന്നെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പോവാണോന്നേ? അമ്മ, ആ മരുമക്കളെ ആരെങ്കിലും കൊണ്ട് വ്രതം പിടിപ്പിക്കമ്മേ. അമ്മയ്ക്ക് പുണ്യം കിട്ടും. നോ നോ ബേട്ടി, ഈ വീടിന്റെ യഥാർത്ഥ മരുമകളാ വ്രതം നോക്കേണ്ടത്. എന്റെ ദൈവമേ.